ശ്രീ പഴകുളം മധു, നമുക്ക് വീണ്ടും റാന്നിയിലേക്ക് വന്നാൽ ഇന്ന് രാവിലെയൊക്കെ റാന്നി ടൗൺ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയിരുന്നു. അവിടെ നിന്ന് ഈ സമയം ആശ്വാസമാണ്. പക്ഷേ നമ്മളെ മുൻപിൽ ഓഗസ്റ്റ് ഇതാ ആദ്യ ദിവസമാണ് ഇന്ന്. ഓഗസ്റ്റും സെപ്റ്റംബർ കൂടി ഉണ്ട് ഈ കാലവർഷം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു രാത്രിയിൽ പെയ്യുന്ന മഴയുടെ സ്വഭാവം പോലും നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ നേരത്തെ തന്നെ ഇപ്പം അലേർട്ടുകൾ മാത്രം ആശ്രയിച്ചിരുന്നാൽ മതിയാകില്ല എന്ന് തോന്നുന്നു. അത് സത്യമായ കാര്യമാണ്. അലർട്ടുകൾ വരും, അപ്പോൾ നമുക്ക് തയ്യാറെടുക്കാം എന്നുള്ളൊരു പ്രതീതി സാഹചര്യം റാന്നിക്കില്ല. ഏത് സമയവും ഇതുണ്ടാകാം. അപ്പോൾ ഇതിനെന്താണ് ഒരു പരിഹാരം എന്നതിനെക്കുറിച്ച് കൂടി നമ്മൾ ഈ സാഹചര്യത്തിൽ ചിന്തിക്കണം. സത്യത്തിൽ റാന്നിക്ക് ഇത്രയും വലിയ ദുരന്തമായി ഈ മഴ മാറുന്നത് എന്താണെന്ന് വെച്ചാൽ, റാന്നിയിൽ അതിൻ്റെ ഈ പമ്പയാറാണ്. പമ്പയാറിൽ മണൽ കെട്ടിക്കിടക്കുകയാണ്. ഡീസിൽറ്റിങ് നടക്കുന്നില്ല. പമ്പയാറിലെ മണലും ചെളിയും മണൽപ്പുറ്റും ചെളിയും നീക്കം ചെയ്യണം. അടിയന്തരമായി നീക്കം ചെയ്യണം. ഇപ്പോൾ റിവറിൻ്റെ കപ്പാസിറ്റിയുടെ പകുതി പോലും വെള്ളം ഉൾക്കൊള്ളാൻ പമ്പയാറിന് കഴിയുന്നില്ല. അതുപോലെയാണ് റാന്നി നിയോജകമണ്ഡലത്തിലുള്ള ഡാമുകൾ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഡാമുകൾ. ആ ഡാമുകളിലും 2018 പ്രളയകാലത്തുണ്ടായ ചെളിയും മണലും കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ആ ഡാമുകൾക്ക് താങ്ങാൻ കഴിയുന്ന വെള്ളത്തിൻ്റെ പകുതി പോലും അവയ്ക്കും താങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് രണ്ടും ഉണ്ടായിരുന്നെങ്കിൽ ഈ മഴ പെയ്താലും റാന്നി ടൗണിന് ഇത്ര ഭയാനകമായ ഒരു കാഷ്വാലിറ്റി ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അടിയന്തരമായി സർക്കാർ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. 2018 ഒരു വലിയ പ്രളയമുണ്ടായി, വലിയ നാശമുണ്ടായി. ബഹുമാനായ മന്ത്രി ശ്രീ PC വിശ്വനാഥ് ഇവിടെ സൂചിപ്പിച്ച പോലെ ആ പ്രളയത്തിൽ സാധനങ്ങൾ കടയിൽ കൊണ്ടുവച്ചു, അതിൻ്റെ പ്രൈസ് പോലും ഒട്ടിച്ചില്ല. അങ്ങനെ വിൽക്കാത്ത സാധനത്തിന് GST പോലും കൊടുക്കേണ്ടി വന്നു. ആ GST ഒഴിവാക്കണമെന്ന് വ്യാപാരികൾ പറഞ്ഞിട്ട് അതുപോലും ഗവൺമെൻറ് കേട്ടില്ല. അങ്ങനെ വലിയ കോടാനു കോടിയുടെ നഷ്ടം സംഭവിച്ച ഒരു പട്ടണമാണ് റാന്നി ഇട്ടിയപ്പാറ. അവിടെ വീണ്ടും സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ വ്യാപാരികളെയും കുടുംബങ്ങളെയും ഈ നാടിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഈ തുടർ പ്രളയത്തിൻ്റെ ആഘാതം ഇനി ഈ നാടിന് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി, ഒരു വലിയ മുന്നൊരുക്കത്തോടു കൂടി ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളെ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അദ്ദേഹവുമായി ഇന്ന് പലവട്ടം സംസാരിച്ചു. അദ്ദേഹം എന്നെ ഇങ്ങോട്ട് പലതവണ വിളിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഗൗരവമായി പരിഗണിക്കുമെന്ന്. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനായ ശ്രീ AP അനിൽകുമാർ, നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി, അദ്ദേഹം വളരെ നേരം പങ്കെടുത്ത ഓൺലൈൻ മീറ്റിംഗ് ഈ ജില്ലയിലെ കളക്ടറും ഉദ്യോഗസ്ഥന്മാരുമായി പങ്കെടുത്തു. ഞങ്ങളെയൊക്കെ നിരന്തരം അദ്ദേഹം വിളിക്കുന്നു. ജില്ലയുടെ ചുമതലയുള്ള ശ്രീ PC വിശ്വനാഥ് അദ്ദേഹം ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. അദ്ദേഹം എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നു. അതുപോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹവും വളരെ താല്പര്യമെടുത്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം പോലീസ് സംവിധാനം, ഫയർഫോഴ്സ് എല്ലാത്തിനെയും രാവിലെ അദ്ദേഹം ഇവിടെ വിന്യസിപ്പിച്ചു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നല്ല പിന്തുണയുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരുമുണ്ട്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എന്ത് സഹായവും ഏത് സ്റ്റേറ്റിൽ നിന്ന് വേണമെങ്കിൽ എത്തിക്കാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും സഹായമുണ്ട്. പക്ഷെ അതല്ല, ആ സഹായത്തെക്കാൾ ഉപരിയായി റാന്നിക്ക് ഇനിയൊരു പ്രളയത്തെ താങ്ങാൻ കഴിയില്ല. ഇപ്പം തന്നെ കിഴക്കൻ മേഖലയിൽ വീണ്ടും ഇന്ന് രാത്രിയിൽ മഴ പെയ്യുമോ എന്ന ഭയമാണ്. ഇന്ന് ആരും ഉറങ്ങില്ല. റാന്നിയിൽ ആർക്കും ഉറങ്ങാൻ കഴിയില്ല. കാരണം ഉറങ്ങിയാൽ ഇന്ന് സംഭവിച്ച പോലെ സംഭവിക്കും. അതുകൊണ്ട് ആരും ഉറങ്ങാൻ തയ്യാറല്ല. അവിടെ ഒരു പ്രളയമുണ്ടായി, അല്ല ഒരു മഴ ഇന്ന് കിഴക്കൻ മേഖലയിൽ വീണ്ടും പെയ്ത് ഉരുൾപൊട്ടലോ മണ്ണൊലിപ്പോ ഉണ്ടായി ഒരു ഭീതികരമായ സാഹചര്യം വന്നാൽ അതിൻ്റെ ആദ്യത്തെ ആഘാതം സംഭവിക്കാൻ പോകുന്ന റാന്നിയിലാണ്. ഇപ്പോൾ ശബരിമല തീർത്ഥാടന കാലം അടുക്കാൻ പോവുകയാണ്. ശബരിമലയിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ആദ്യത്തെ ആഘാതം റാന്നിക്കാണ്, പിന്നെ ആറന്മുളയ്ക്കാണ്. റാന്നി, ആറന്മുള, ചെങ്ങന്നൂർ, പിന്നെ ആലപ്പുഴയിലേക്ക് പോകും. അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭൂപ്രദേശത്ത് സംഭവിക്കുന്ന തുടർ ആഘാതങ്ങളെക്കുറിച്ച് ഗൗരവത്തോടുകൂടി ഗവൺമെന്റ് ചിന്തിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. MLA പറഞ്ഞ ആ വാചകത്തിലുണ്ട്, ഇന്ന് രാത്രി റാന്നിയിൽ ആരും ഉറങ്ങില്ല. എത്രത്തോളം ഭീതി MLAയുടെ മനസ്സിലുണ്ട് ആ മണ്ഡലത്തെക്കുറിച്ച്, മണ്ഡലത്തിലെ ജനങ്ങളെക്കുറിച്ച് എന്നുള്ളതിൽ ആ വാക്കുകളിൽ തന്നെ വളരെ വ്യക്തമാണ്.